ഹലോ ഫ്രണ്ട്സ്, എ ആൻഡ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കട്ടിങ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം ഇത് കാണാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഫ്രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എങ്ങനെ നല്ല വശം ഇതും ഇത് മറുവശം ചീത്ത വശമാണ്. അപ്പം ഇതിൽ നമ്മൾ നേരത്തെ ക്യാൻവാസിൽ കട്ട് ചെയ്ത് സ്റ്റിഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ചീത്ത വശത്താണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്റ്റിഫ് ചെയ്ത ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ അരികുവശമെല്ലാം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുരിദാറിനെല്ലാം ക്യാൻവാസ് അടിക്കില്ല, അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അരികുവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അരികുവശമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ നീറ്റായിട്ട് കിട്ടും. ഇനി ഈ ഒരു പീസ് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൽ നല്ല വശത്തല്ല, ഇതിൽ ചീത്ത വശത്താണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ നമ്മളവിടെ ചെറിയൊരു നോച്ചിട്ട അടയാളം ഉണ്ടായിരുന്നു, ആ അടയാളത്തിൻ്റെ അവിടെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് വശവും ഒരേപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ചുരിദാറിന് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇവിടെ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാൻവാസിൻ്റെ അടയാളമുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് കിട്ടും. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് അത് തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ചുരിദാറിലൊക്കെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാൻ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിട്ടാണ്. ഇത് ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ മറച്ചിട്ട ആ ഒരു ക്യാൻവാസിൻ്റെ ഈ എഡ്ജിൽ കൂടെ ഇങ്ങനെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി വേണമെങ്കിൽ ഈ ഒരു എഡ്ജിൽ നമുക്കൊരു ലേസോ അല്ലെങ്കിൽ പൈപ്പിങ്ങോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ വെച്ചെടുക്കാം. അതുപോലെ ഞാനിവിടെ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ഞാനൊരു ക്രോസ് പീസ് പോലെ വെച്ച് മടക്കി അടിക്കുന്നുണ്ട്. ഞാൻ ഇതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൈപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് ഉള്ള ഒരു നൈറ്റിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് ശേഷം ഞാൻ ആ നെക്കിൻ്റെ പോർഷനിൽ ക്രോസ് പീസെല്ലാം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചടയ്ക്കാൻ വേണ്ടി ഞാനിങ്ങനെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ക്രോസ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ക്രോസ് പീസും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് കിട്ടുന്നത്. ഇനി ആ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ നൈറ്റിയുടെ ആ പീസ് എടുക്കുക, ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നെക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ആ ക്രോസ് പീസ് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അടിച്ച് ആ സ്റ്റിച്ച് തിരിച്ചുള്ളോട്ടേക്ക് മടക്കി അങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് അവിടെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ഒരു പ്രസ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചടിക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ, അപ്പോൾ നീറ്റായിട്ട് കിട്ടും. ഇത് ഞാനിങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി വീണ്ടും ഉള്ളോട്ടേക്ക് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലും എക്സസൈറ്റ് പീസ് കിടക്കില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ഉള്ളിൽ കൂടെ ഒരു സ്റ്റിച്ച് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ടായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഞാൻ ആ ക്രോസ് പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെയല്ല, ലേസൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പൈപ്പിംഗ് ആണെങ്കിൽ പൈപ്പിംഗ് ആയിട്ടും ചെയ്ത് കൊടുക്കാം. ഇനി സിബ്ബ് വേണമെങ്കിൽ ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ സിബ്ബ് വെക്കുന്നില്ല, പക്ഷേ അതിന് പകരം സിബ്ബ് ഉള്ളതുപോലെ തോന്നുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഇഞ്ചിൽ ഇതുപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 വശവും ഉള്ളോട്ടേക്ക് മടക്കി ഒന്നെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക.
അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഉള്ളോട്ടേക്ക് ഇത് മടക്കി വെച്ചിട്ട് ഒട്ടാകെ താഴെ വരെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ അയൺ ചെയ്തൊന്നും എടുക്കുന്നില്ല, കോട്ടൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി വെച്ചാൽ തന്നെ നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇതിൻ്റെ ആ ഒരു എഡ്ജിൻ്റെ ഭാഗം ഒന്നെങ്കിൽ ആ സ്ക്വയർ ടൈപ്പായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ നെക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഞാനതിന് ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള അടയാളം അവിടെ ഉണ്ട്. ഇതിൻ്റെ നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് നീളവും വീതി നമ്മൾ നേരത്തെ 3 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെക്ക് കുറച്ച് ഇറക്കിയതാണ്. എന്താ വെച്ചാൽ നമുക്ക് സിബൊന്നും വെക്കാത്തതുകൊണ്ട് കഴുത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ കഴുത്ത് കുടുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ആം ഹോൾ കർവ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നെക്ക് ഷേപ്പ് വരയ്ക്കുന്നത്. ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നെക്ക് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസിൻ്റെ ബാക്കി പീസ് എടുക്കുക. എന്നിട്ട് എളുപ്പത്തിലുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇതാദ്യം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ക്രോസ് പീസ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ഇനി ഈ ഒരു തുണീനകത്തേക്ക് ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഇങ്ങനെ വെച്ച് ചേർത്ത് വെച്ചിട്ട് നല്ല വശത്ത് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പീസ് അവിടെ കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി ഒരു സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതുപോലെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ബാക്ക് പീസും കൂടി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ച് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് രണ്ട് ഷോൾഡറും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ സ്ലീവ് രണ്ടും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സ്ലീവിൻ്റെ രണ്ട് സ്ലീവിൻ്റെയും അടിവശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 3/4 സ്ലീവാണ് വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ താഴേക്ക് ഒരു പീസും കൂടി വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ ചെറിയ സ്ലീവാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നൈറ്റി പീസിലേക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ നൈറ്റിയുടെ സെൻറ്ററിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ആ സെൻറ്റർ പോർഷനും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പിടിച്ച് സ്ലീവ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. സ്ലീവ് ഞാൻ കുഴിച്ച് വെട്ടിയിട്ടൊന്നുമില്ല. നൈറ്റിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 വശത്തെയും 2 സ്ലീവും ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളത് നമ്മുടെ സൈഡ് ജോയിൻ ചെയ്യാണ്. ഇതിൻ്റെ 2 വശവും നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ ലെങ്തി ആകുന്നതുകൊണ്ട് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ. ഞാനിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വശവും താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു മടക്കി പിന്നെ ഒരു മടക്കൂടി മടക്കിയിട്ട് അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ.
അപ്പം ഇതാണ് നമ്മളെ നൈറ്റീൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള സിമ്പിൾ നൈറ്റി ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.